ഹായ്, അസ്സാം വലൈക്കും. സഫീറാണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2014 ഓഗസ്റ്റ് 1 മിസ്സായ, ഓഗസ്റ്റ് 1 വെള്ളിയാഴ്ച മിസ്സായ ദിയാമോളെ കുറിച്ചിട്ടാണ്. ഇന്നേക്ക് ഏകദേശം 11ാമത്തെ വർഷങ്ങളിലേക്ക് ദിയാമോളുടെ ഈ ഒരു മിസ്സിങ് സ്റ്റിൽ കുട്ടി കാണാൻ പറയത്താണ്. സോ അതിൻ്റെ അന്ന് എന്ത് സംഭവിച്ചു എന്നതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വിവരണമാണ് ഞാൻ തരാൻ പോകുന്നത്. സോ അന്നത്തെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഒരുപാട് ചാനൽ ഞാൻ വീഡിയോസ് കണ്ടു, പക്ഷെങ്കിൽ വ്യത്യസ്തമായ രീതിയിലാണ് പലരും പറഞ്ഞു കേൾക്കുന്നത്. സോ അതിൻ്റെ കുറച്ച് ഡെപ്തായിട്ട് നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ആദ്യമേ പറയട്ടെ, ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ആറളത്തു നിന്നാണ് കുട്ടി മിസ്സായിട്ടുള്ളത്. അതും നമ്മുടെ കുട്ടിയുടെ സ്വന്തം വീട്ടിൽ നിന്നല്ല. കുട്ടി അവരന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. അപ്പോൾ ആ വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് അന്ന് പെരുന്നാളിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ദിയയുടെ ഉമ്മയും ഉപ്പയും മറ്റുള്ള കുട്ടികളും കൂടിയിട്ട് ദിയയുടെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, ഈ കണ്ണൂർ ജില്ലയിലെ ആറളത്ത് തന്നെ. സോ അവിടെ നിന്നാണ് കുട്ടിയെ മിസ്സായിട്ടുള്ളത്. അതും വീട്ടിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചാണ്. കാരണം പലരും പറയുന്നിട്ട് വീട്ടിൻ്റെ വരാന്താന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, കുട്ടി മിസ്സായത് വീട്ടിൻ്റെ സെൻട്രൽ ഹാളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിയ മിസ്സാവുന്നത്. ഒരു വയസ്സും 5 മാസവും പ്രായമുള്ള സമയത്താണ് ദിയ വീട്ടിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചിട്ട് മിസ്സാകുന്നത്. സെൻട്രൽ ഹാളിനകത്ത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം, കുട്ടി ആക്സിഡൻ്റലി മറ്റുള്ള സ്ഥലത്ത് എത്തിപ്പെട്ടതോ പോയതോ അല്ല, ആസൂത്രിതമായിട്ട് ആരോ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതിനെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീട്ടിൻ്റെ സെൻട്രൽ ഹാളിനകത്താണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ അന്ന് ദിയമോൾക്ക് 1 വയസ്സും 5 മാസമായിരുന്നു പ്രായം. കൂടെ ദിയമോളുടെ മൂത്ത കുട്ടി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കുട്ടി ആ സമയത്ത് എനിക്ക് എത്ര വയസ്സാണെന്ന് അറിയില്ല. സോ കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാണ്, ചെറിയ പ്രായമാണ്. സോ അപ്പോൾ ആ കുട്ടിയും ദിയമോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവരും വീട്ടിനകത്തുണ്ടായിരുന്നു. ദിയയുടെ ഉപ്പ ഉണ്ടായിരുന്നു, ദിയയുടെ ഉമ്മയുടെ ഉമ്മ ഉപ്പ അവരും ഉണ്ടായിരുന്നു. എല്ലാവരും വീട്ടിനകത്ത് ഉണ്ടായിരുന്നു. കാരണം നല്ല ശക്തമായ മഴയായിരുന്നു ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അതിന് മുന്നോട്ടുള്ള ദിവസം ശേഷം ശക്തമായ മഴയാണ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവരും ജനലും വാതിലുകളൊക്കെ അടച്ചിട്ടാണ് ഉണ്ടായത്. അപ്പം ഈ സെൻട്രൽ ഹാളിന് എന്ത് നടക്കുന്നു എന്നുള്ളത് ആരും അൺഫോർച്ചുനേറ്റ്ലി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ അങ്ങനെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ദിയമോള് ദായി എന്ന് പറയും. ദായി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഭാഷയിൽ വെള്ളത്തിന് ചായക്ക് ചോദിച്ച സമയത്ത്, ദായി എന്ന് പറഞ്ഞാൽ ചായക്ക് ചോദിച്ച സമയത്ത് ഉമ്മ ഒരു ചുംബനവും കൊടുത്തിട്ട് അത് അന്ത്യചുംബനമായി മാറി. പക്ഷെങ്കിൽ ഇൻഷാ അല്ലാഹ് ദിയ മോളുടെ ഉമ്മാക്ക് ഇനിയും മോളെ ചുംബിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകട്ടെ. കാരണം ദിയ നമ്മുടെ ഈ കേസിൽ നമ്മുടെ ജുനൈദ് നമ്പിലത്ത് ഏകദേശം 2021 മുതൽ എനിക്കൊന്ന് വളരെ ആക്റ്റീവായിട്ട് ജുനൈദ് നമ്പിലത്ത് ഈ കേസിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അവർ ശക്തമായ രീതിയിൽ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എനിക്ക് തോന്നുന്നു അവരുടെ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ബോയ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവരുടെ അണ്ടറിൽ എന്തായാലും ഈ കേസ് തെളിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ക്രൈം ബ്രാഞ്ച് ഇത് പൂർണ്ണമായിട്ടും തെളിയിക്കും. കുറ്റവാളികളെ അവർ ഫ്രണ്ടിൽ കൊണ്ടുവരും. കാരണം ഒരുപാട് കേസ് തെളിയിച്ച കേരള പോലീസിന് ഇതൊന്നുമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അന്ന് അപ്പോൾ മോക്ക് ചായ എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മ അടുക്കളയിലേക്ക് പോയ സമയത്ത് അവര് ചായ എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഏകദേശം ഒരു 3 മിനിറ്റ് ഗ്യാപ്പ്, അതായത് രാവിലെ 9:30 to 9:45 അല്ലെങ്കിൽ 9:45 to 10 ഇതിനകത്താണ് കുട്ടി മിസ്സാകുന്നത്. ദിയയുടെ ഉപ്പ ആ സമയത്ത് ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ഇവര് ചായ വെക്കാൻ പോയ സമയത്ത് വീട്ടിന്റെ ഓട് ഒരു മച്ചിങ്ങ വീണിട്ട് ഓട് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിയയുടെ ഉമ്മാൻ്റെ ഉമ്മ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓട് പൊട്ടിയിട്ടുണ്ട് മോളെ, നമുക്ക് വെള്ളം ചോരുന്നുണ്ട്. സോ ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ സാധനം എന്തോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വേറൊരു റൂമിൽ പോയിട്ട് അതിനകത്തുനിന്ന് ഒരു പ്ലാസ്റ്റിക് ബാഗ് കിട്ടും. കൂടെ അവർക്കൊരു മങ്കി ക്യാപ്പും കൂടി കിട്ടി. അതായത് നമ്മൾ തണുപ്പത്ത് കുട്ടിയുടെ തലയിലൊക്കെ യൂസ് ചെയ്യുന്ന മങ്കി ക്യാപ്പും കൂടി കിട്ടി. സോ ഉമ്മ തിരിച്ചു വന്നിട്ട് ഈ മങ്കി ക്യാപ്പ് ദിയയുടെ ഉമ്മാന്റെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ ഇത് കുട്ടിക്ക് തലയിൽ വെച്ച് കൊടുത്ത തണുപ്പല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ദിയന്റെ ഉമ്മ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു 3 മിനിറ്റ്, അതിന്റെ ഇടയിൽ ദിയന്റെ ഉമ്മ ഈ ഓരോ മിനിറ്റിന്റെ ഇടയ്ക്ക് തല വെച്ച് നോക്കുന്നുണ്ട് മോള്. കാരണം ഉമ്മമാരുടെ ശ്രദ്ധയല്ല, അത്രമാത്രം മക്കളുള്ള സ്നേഹമല്ലേ. സോ അവരിങ്ങനെ നോക്കുമ്പോൾ ദിയനെ കണ്ടിട്ടുണ്ട്. ഈ 3 മിനിറ്റിന്റെ ഇടയിലും ഉമ്മ കണ്ടിട്ടുണ്ട് കുട്ടിയെ. അങ്ങനെ ഈ അവസാനത്തെ മിനിറ്റുകളിലാണ്, ഈ സെക്കൻഡുകൾക്കുള്ളിലാണ്
ദിയ മിസ്സായിട്ടുള്ളത്. സോ അവർ ഭക്ഷണം ചായ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഈ മങ്കി ക്യാപ്പുമായിട്ട് ഉമ്മ തിരിച്ചു വന്ന സമയത്ത് ദിയ കസേരയിലില്ല ആ സമയത്ത്. സോ ഈ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ദിയ മിസ്സായിട്ടുള്ളത്. അതും വീട്ടിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചിട്ടാണ്, പുറത്തല്ല, ബാൽക്കണിയിലല്ല, വീട്ടിൻ്റെ സെൻട്രൽ ഹാളിനകത്ത് വെച്ചിട്ടാണ് ദിയ മിസ്സായിട്ടുള്ളത്. അതിനകത്ത് വേറൊരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ നമ്മൾ അത്ഭുതം ഉളവാക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഈ വീട്ടിനൊരു ബാൽക്കണി ഉണ്ടായിരുന്നു. ഒരു മഞ്ചാരി പോലത്തെ ഒരു, നമ്മൾ ഈ ഇരിക്കുമ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മഞ്ചാരി പോലത്തെ സംഭവം വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ ഈ ദിയമോള് ആ സമയത്ത് കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമോ പാലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്ലാസ് കമിഴ്ത്തി വെച്ചിട്ടും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ഏതൊരു കുട്ടിയും, ഇത് 5 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു ഈ ഗ്ലാസ് വെച്ച സ്ഥലം. കുട്ടീൻ്റെ വയസ്സറിയാലോ, ഒരു വയസ്സും 5 മാസത്തോളം പ്രായമുള്ള കുട്ടി എങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ 5.5 അടി ഹൈറ്റിന് മുകളിൽ ഗ്ലാസ് വെച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. സോ അങ്ങനെ ഒരു കുട്ടി അവിടെ ഗ്ലാസ് വെച്ചിട്ടില്ല. തട്ടിക്കൊണ്ടു പോയ ആരോ വളരെ കൂളായിട്ട് കുട്ടിനെ ചുമലിലേക്ക് വെച്ചിട്ട് ആ ഗ്ലാസ് എടുത്ത്, കുട്ടിയുടെ കയ്യിലായിരിക്കാം ആ സമയത്ത് ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് എടുത്തിട്ട് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ ഗ്ലാസ് കമഴ്ത്തി വെച്ചു. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ പിന്നെ ആ ഗ്ലാസിൻ്റെ ശബ്ദമോ മറ്റോ കാരണങ്ങൾ കൊണ്ട് ഒരു പക്ഷെങ്കിൽ പിന്നെ ഒരു തിരിച്ചറിവുണ്ടാവാം എന്നുള്ള കണ്ടീഷനിൽ അവർ ഗ്ലാസ് എടുത്തിട്ട് കമഴ്ത്തി വെച്ചതാണ് സംഭവം. സോ കുട്ടിയെ കാരണം പോലീസ് കേസിലൊക്കെ പറയുന്നുണ്ട് ഒരുപക്ഷെ തോട്ടിൽ ഒലിച്ചു. കാരണം ഫ്രണ്ടിൽ ഒരു 50 അടി 100 അടി ഗ്യാപ്പിൽ ഒരു കൈത്തോടുണ്ട് ഈ വീട്ടിൻ്റെ ഫ്രണ്ടിൽ. മഴക്കാലത്ത് മാത്രം മഴ ശക്തമായി പെയ്യുന്ന സമയത്ത് പിന്നെ ഈ കൈത്തോട് ആക്റ്റീവ് ആയിരിക്കും. സോ ഈ തോട്ടിലേക്കാണ് പോയെന്ന് ആദ്യം പോലീസ് തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷെ തോട്ടിലേക്കല്ല, പോലീസ് നായ ഓടിയതും വീട്ടിൻ്റെ പിറകിലൂടെയാണ് പിന്നെ പോലീസ് നായ ഓടിയതും നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് പിന്നെ വീണ്ടും ആ സംഭവത്തിലേക്ക് പോകുന്നത്, ദിയ അപ്പം അവർ മങ്കിക്കാപ്പ് പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കുട്ടിയില്ല എന്ന് മനസ്സിലാക്കി. ആദ്യം പിന്നെ റൂമിൻ്റെ അകത്തേക്ക് പോയിട്ട് ആങ്ങളമാരോട് ചോദിച്ചു. ആങ്ങളമാർ പറഞ്ഞു നിൻ്റെ കയ്യിലല്ലേ കുട്ടി, അവരാരും കണ്ടില്ല. അപ്പോൾ തിരിച്ച് നേരെ ഫ്രണ്ടിലേക്ക് പോയി. നേരെ ഫ്രണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പിന്നെ ആമാൻ്റെ വീടാണ്, ഇളയമാൻ്റെ വീടാണ്. അപ്പോൾ ഈ ഇളയമാൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ചോദിച്ചു ദിയയുടെ ഉമ്മ. സോ കുട്ടി അവിടെയില്ല. അങ്ങനെ നേരെ തിരിച്ചു വന്നിട്ട് അപ്പോൾ ഒരു നോർമൽ ടെൻഷനേ ആയി വരുന്നുള്ളൂ. അപ്പോൾ തിരിച്ചു വന്നു, ഈ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. തിരിച്ചു വന്നു, വീട്ടിലേക്ക് കയറി. വീട്ടിൻ്റെ കട്ടിലിൻ്റെ അടി, അലമാര എന്നൊക്കെ അവർ സെർച്ച് ചെയ്തു. ചിലപ്പോൾ ചെറിയ കുട്ടിയല്ല, അവർ ഓടിച്ചിരുന്നിട്ട് കളിക്കുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ അലമാര, ഈ കട്ടിലിൻ്റെ അടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് അവിടെയും നഷ്ടപ്പെട്ടു. സോ കുട്ടിനെയും കൊണ്ട് രക്ഷപ്പെടേണ്ടവർ ആ സമയത്ത് തന്നെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ എന്തും സംഭവിച്ചിരിക്കാം. ഒരുപക്ഷെങ്കിൽ പിന്നെ ഈ വെള്ളിയാഴ്ച അവർ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം വെള്ളിയാഴ്ച മുസ്ലിംസ് പ്രയർ പാർട്ടാണ്. സോ ഏകദേശം ഒരു 12 മണി 1 മണിയാവും. എനിക്ക് തോന്നുന്നത് കുട്ടിയെ വന്നിട്ട് കണ്ടെത്തിയിട്ട് പിന്നെ ഒരു 12 മണി ഗ്യാപ്പിന് കൊണ്ടുപോകാമെന്നായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷെങ്കിൽ നല്ലൊരു അവസരം ആ സമയത്ത് തന്നെ വന്നതുകൊണ്ട് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കാര്യം നിർവഹിച്ചിട്ട് പോയതും ആവാം. ഓക്കെ, വെള്ളിയാഴ്ചയാണ് ഇത് സംഭവിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അങ്ങനെ കുട്ടിൻ്റെ പിന്നെ ഉമ്മ അപ്പുറമൊക്കെ പോയി. അങ്ങനെ അവർ പുറത്തേക്ക് ഓടിയ സമയത്ത് പിന്നെ ഒരു ബൈക്കുകാരനുണ്ടായിരുന്നു. ബൈക്കുകാരനോട് സംഭവം പറഞ്ഞു. അപ്പോൾ ആള് ഫുള്ളി ടൗണിലൊക്കെ മൊത്തം അറിയിച്ചു. അങ്ങനെ നാട്ടുകാർ മൊത്തം ആക്റ്റീവായി. ദിയ മിസ്സിങ് ആയിട്ട് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നാട്ടുകാർ ആക്റ്റീവാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവരും ഫോക്കസ്ഡ് ചെയ്തത് ഈ കൈത്തോടിനനുബന്ധിച്ചിട്ടുള്ള പുഴകളിലേക്കുമാണ്. പക്ഷെ അവിടെ നാട്ടുകാർ വളരെ ആക്റ്റീവായിട്ട് അന്വേഷിക്കുകയും അതിനകത്തൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോ അതുമാത്രമല്ല, ഒരു വയസ്സും 5 വയസ്സും മാത്രം ഉള്ള ഈ പിച്ച വെച്ച് നടക്കുന്ന കാല് പിന്നെ ഉറക്കാത്ത ഈ ഒരു കുട്ടി 50-100 മീറ്റർ ഡിസ്റ്റൻസിൽ ശക്തമായ മഴയിൽ എങ്ങനെ തോട്ടിലേക്ക് പോയി? സോ ഈ കേസ് അവിടെ തന്നെ ക്ലോസ് ചെയ്യാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കുട്ടി മിസ്സായത് തോട്ടിലേക്കല്ല, കുട്ടി മിസ്സായത് തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളതിൻ്റെ 100% തെളിവാണ് ഈ സംഭവങ്ങളൊക്കെ. ഇപ്പം നിലവിൽ എല്ലാവർക്കും മനസ്സിലായി കുട്ടി മിസ്സായതാണെന്ന് ഇപ്പം നിലവിൽ എല്ലാവർക്കും മനസ്സിലായെങ്കിലും ഞാൻ കാര്യം ഒന്നും കൂടി ഉറപ്പിച്ച് പറയാൻ കാരണം ഈ കൈത്തോടിൻ്റെ സംശയങ്ങളൊക്കെ വന്നതുകൊണ്ടാണ്. പോലീസ് നായ ഓടിയതും വീട്ടിൻ്റെ പിറകിലൂടെയാണ്. സോ നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത്
പിന്നെ ഇപ്പം കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ക്രൈംബ്രാഞ്ചാണ്. ക്രൈംബ്രാഞ്ച് ഒരുപാട് കേസുകൾ, യാതൊരു തുമ്പുമില്ലാത്ത ഒരുപാട് കേസുകൾ തെളിയിച്ച് നമ്മുടെ ക്രൈംബ്രാഞ്ചിന് ഇത് എത്രയും പെട്ടെന്ന് തെളിയിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ 2 മാസത്തിന് ശേഷം പിന്നെ ഒരു CCTV കണ്ടെടുക്കുകയും രണ്ട് മാസത്തിന് ശേഷം ഒരു പെൺകുട്ടി, ഒരു അഡൽട്സ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി പിന്നെ കണ്ണൂരിൽ പിന്നെ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് അവർ ഒരു ബേക്കറിൻ്റെ ഒരു ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ഒരാൾ, ഒരു ലേഡിയും ഒരു ജെൻസും CCTV ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവർ അതിനകത്ത് ഒരു 3 കുട്ടികളായിട്ടുണ്ടായിരുന്നു. അതിലൊരു കുട്ടി ദിയാണെന്ന് ഇവർക്ക് ഈ പെൺകുട്ടിക്ക് മനസ്സിലാവുകയും അങ്ങനെ അവർ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് ദിയൻ്റെ വീട്ടിലേക്ക് വിളിക്കുകയും സംഭവങ്ങൾ അറിയിക്കുകയും ചെയ്തു. അവരെ കൊണ്ടുവരുന്നതിന് മുമ്പേ ആൾ പിന്നെ മറ്റൊരു ബസ്സിൽ കയറിയിട്ട് ആൾ കൂളായിട്ട് പോയി. സോ ഇതിൻ്റെ അകത്തിൽ ഇയാളുടെ കയ്യിലുള്ളത് ദിയ ആണെന്ന് ഏകദേശം 100% ഉറപ്പ് പറയുന്നുണ്ട് നമ്മുടെ ദിയൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ. 99.9% അല്ലെങ്കിൽ 100% അവർ ഉറപ്പ് പറയുന്നുണ്ട് ഇത് നമ്മുടെ മോളാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസുകാർ അത് അവരുടെ ഫ്രണ്ടിൽ ഈ സംഭവം എത്തിപ്പെട്ടില്ല. അവരുടെ സംഭവത്തിൽ എത്തിയപ്പോൾ തന്നെ അവരിത് ദിയ അല്ല എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്തതായിട്ടും മറ്റുള്ളതൊക്കെ അതിൻ്റെ പിറകിൽ ഒരുപാട് വിവാദങ്ങളുണ്ട്. ഞാൻ വിവാദത്തിൻ്റെ പിറകിലേക്ക് പോകുന്നില്ല. നമുക്ക് ആ സമയത്ത് എന്ത് സംഭവിച്ചത് നമുക്ക് മനസ്സിലാകുന്നില്ല. സോ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ അതൊരു വിവാദം ഉണ്ടാക്കാനല്ല പോകുന്നത്. എങ്ങനെയെങ്കിലും ദിയനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റട്ടെ, ദിയ എങ്ങനെയെങ്കിലും ഉമ്മാൻ്റെ കൈകളിൽ എത്തട്ടെ. സോ നിലവിലുള്ള ക്രൈംബ്രാഞ്ച് നമ്മുടെ ഈ അപാകതകളൊക്കെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടാവാം. സോ നമ്മുടെ പോലീസിന് അതൊന്നും ഇനിയും കേസ് കളിക്കാൻ അതൊന്നും ഒരു വിഷയമേ അല്ല. സോ ക്രൈംബ്രാഞ്ച് എത്രയും പെട്ടെന്ന് ഇതിൽ പിന്നെ യഥാർത്ഥ പ്രതികളെയും അതുപോലെ ദിയമോളെയും പിന്നെ നമ്മുടെ ദിയമോളുടെ ഉമ്മാൻ്റെ അരികിലേക്ക് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ എത്രയും പെട്ടെന്ന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഐ എം ഷഫീർ.